അമോറിയും എ സി മിലാനെയും കൊണ്ടുവന്നു, യുണൈറ്റഡിനെ പഞ്ഞിക്കിട്ടു, സ്വീറ്റ് റിവെഞ്ച് എടുത്തു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കാരണം ഇത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ബോൾ പോലും ഇടയ്ക്ക് തൊടാൻ കിട്ടിയിട്ടില്ല. അതാണ് ഇവിടുത്തെ മേജർ കാര്യം. ആസ് എ യുണൈറ്റഡ് ഫാൻ എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തത്. ഈ സ്കോഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും കോമ്പീറ്റ് ചെയ്യാൻ പോകും? ലാസ്റ്റ് സീസൺ യുണൈറ്റഡിലേക്ക് ക്യാരിക്ക് വന്നു, 3rd പ്ലേസ് ഫിനിഷ് ചെയ്തു, ക്രെഡിറ്റ് കൊടുക്കാൻ സമ്മതിച്ചു. പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ടൈറ്റിൽ ചാലഞ്ച് അല്ലേ? ടിലമെൻസ് വന്നു, ആൻഡ്രൂ സാന്റോസ് വന്നു, ഗുഡ് സൈനിങ്സ് ആണ്. പക്ഷെ ഇത് മതിയോ? ഇതുകൊണ്ടാണോ മുന്നോട്ട് പോകാൻ പോകുന്നത്? മൂഞ്ചും ഉറപ്പായിട്ടും. 38 പ്രീമിയർ ലീഗ് ഗെയിംസ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഉണ്ട്, ഇഞ്ചുറീസ് വരും, സസ്പെൻഷൻസ് വരും. ഈ സ്കോഡ് ഡെപ്ത് വെച്ചിട്ടാണോ ഇവർ പോകാൻ പോകുന്നത്? എനിക്ക് പിടിയില്ല. ടോപ്പ് 4 ഫിനിഷ് ചോദിച്ചാൽ മേ ബി പറ്റും. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ഇതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആവാൻ പറ്റുമോ? ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ 2-3 സൈനിങ്സും കൂടെ വേണം. അത് പ്രോപ്പർ പൊസിഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വേണം. അതില്ലാതെ ഈ കളി വെച്ചിട്ട് പോയിട്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ വെച്ചിട്ട് പോയിട്ട് നടപടിയാണ് കേസല്ല. അത് ലോങ് റണ്ണിനൊന്നും നടപടിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആസ് എ യുണൈറ്റഡ് ഫാൻ? എല്ലാവർക്കും തോന്നുന്നത് സൈനിങ്സ് വേണം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ അങ്ങനെ വല്ലതും വരുന്നുള്ളത്? നോക്കാം, ലെറ്റ്സ് സീ.